മലയാളം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ രൂപമാണ്. ഇവിടെ ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് സമ്രാട്ടാണ് ശരിയായിട്ടുള്ള രൂപം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയെ കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം. കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം കർണികാരമാണ്. ദന്തസമാസത്തിൽ ഉൾപ്പെടാത്ത പദം എന്ന് പറയുന്നത് ആഹാരാദികളാണ്. അതെന്ന് പറയുന്ന അവ്യയഭാവ സമാസമാണ്. ദ്വന്ദ്സമാസത്തിൽ വരുന്ന കൈകാലുക, സുഖദുഃഖങ്ങൾ, മാതാപിതാക്കൾ രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് ദ്വന്ദ്സമാസത്തിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു. ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം എന്ന് പറയുന്നത് ദുർഗ്രഹം. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ദീപാവലി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ആവശ്യമില്ലാതെ ചെലവഴിക്കുക എന്ന്. ദീപാവലി കുളിക്കുക, ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദം ഏത്? സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് വിദുഷിയാണ് സ്ത്രീലിംഗ പദം. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം ഏത്? പുരോഗതിയുടെ വിപരീത പദം പശ്ചാത്ഗതിയാണ്. അടുത്തത് ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇത് ബഹുവചന ശബ്ദം അല്ലാത്തത് ഗുരുക്കളാണ്. ബഹുവചന ശബ്ദം അല്ലാത്തത്. അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അമ്മാതിരി പിരിച്ചെഴുതുന്ന ആ പ്ലസ് മാതിരി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഐ ഫോർ ആൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക. ഉരുളയ്ക്കുപ്പേരി. ഐ ഫോർ ആൻ ഐ ഉരുളയ്ക്കുപ്പേരി. അമ്മാതിരി എന്ന പദം തിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് മാതിരി. ബഹുവചന ശബ്ദം എന്ന് അല്ലാത്തത് ഗുരുക്കളാണ്. ബഹുവചന ശബ്ദം എന്ന് പറയുന്ന അധ്യാപകർ, മിടുക്കർ, പൂക്കൾ ഇവയൊക്കെ ബഹുവചന ശബ്ദമാണ്. പുരോഗതിയുടെ ഓപ്പോസിറ്റ് പശ്ചാത്ഗതിയാണ്. സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് വിദുഷിയാണ്. ദീപാവലി കുളിക്കുക എന്ന് പറയുന്ന ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ദന്തസമാസത്തിൽ ഉൾപ്പെടാത്ത പദം എന്ന് പറയുന്ന ആഹാരാദികളാണ്. കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം കർണികാരമാണ്. ശരിയായിട്ടുള്ള രൂപം സമ്രാട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്.